നെക്സ്റ്റ് നോട്ട് ടേക്കിംഗ് ആണ്. നോട്ട് ടേക്കിങ്ങിൽ പാർട്ട് 5 ആണ് നോട്ട് ടേക്കിംഗ്. എന്താണ് നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ? നോട്ട് ടേക്കിംഗ് ഈസ് എ പർപ്പസ് ഓഫ് സ്റ്റഡി അല്ല. നോട്ട് ടേക്കിംഗ് നമ്മൾ നോട്ട്സൊക്കെ ഉണ്ടാക്കൂലേ? നമ്മൾക്കിപ്പോൾ കൂടുതൽ നമുക്ക് ഒരാൾ ക്ലാസ് എടുത്ത് തരും. ഞാനിപ്പോൾ തന്നെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അല്ലേ? ആ ക്ലാസ് എടുത്ത് തരുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒന്നും കൂടി ഗ്രാസ്പായി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളത് എവിടെയെങ്കിലും എഴുതപ്പെടണം, അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തി നമ്മൾ പിന്നെ നമ്മളെ മെമ്മറൈസ്. നമ്മൾ എത്ര കേട്ട് നിന്നാലും നമ്മളത് എഴുതുമ്പോൾ നമുക്ക് എന്തായി മാറും? നമ്മളെ മനസ്സിൽ ഒന്നും കൂടി അത് തറച്ചിരിക്കും. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ആ നോട്ട് ടേക്കിംഗ് തന്നെ എൻ്റെ മെയിൻ ഒബ്ജക്റ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്? ടേക്ക് ഇസ് എ പർപ്പസ് ഓഫ് സ്റ്റഡി ആണ്. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓഫ് എ സ്റ്റഡി. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓഫ് എ സ്റ്റഡി. അപ്പം പർപ്പസ് ഓഫ് എ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് കിട്ടുന്ന പഠനത്തിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റണം? ഒരു പോയിന്റ്, ഓരോ പാഠത്തു നിന്നും ഓരോ പോയിന്റ് നമുക്ക് നമുക്ക് കിട്ടും അല്ലേ? ടെക്സ്റ്റ് പോയിന്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് പോയിന്റ് എഴുതുക. ഏതെങ്കിലും ഒരു നോട്ട് ടെക്സ്റ്റ് പോയിന്റ് എഴുതുക. അപ്പം ഈ പോയിന്റിന് തന്നെ നമ്മളിപ്പം പോയിന്റിന് തന്നെ എന്തുണ്ട്? മെയിൻ പോയിന്റ് ഉണ്ട്, സബോർഡിനേറ്റ് പോയിന്റ് ഉണ്ട്. മെയിൻ പോയിന്റും സബ് പോയിന്റും ഉണ്ടാവില്ലേ? അപ്പോൾ മെയിൻ പോയിന്റും ഒരു സബ് പോയിന്റും ഉണ്ടാവും. അപ്പോൾ നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർപ്പസ് ഓഫ് സ്റ്റഡി ആണ്. പർപ്പസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എന്ത്? ടെക്സ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് പോയിന്റ് എഴുതുകയാണ് ചെയ്യുക. പിന്നെ ആ പോയിന്റ് ഓഫ് ഇതെന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, പറയുന്ന ഒരാളുടേത് വാക്കുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നതിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളെ മെമ്മറിനെ കൂടുതൽ എന്ത് ചെയ്യും? ഒന്നും കൂടി ബലവത്താക്കുന്ന തരത്തിലായിരിക്കും എന്തുണ്ടാവുക? നോട്ട് ടേക്കിംഗ് ഉണ്ടാവുക. നമ്മളിപ്പോൾ പാസേജൊക്കെ വായിക്കുന്നത്, ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ അല്ലേ? ആ ഒരു എസ്സേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്സേ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതിയെടുക്കേണ്ട, അതിനുള്ള മെയിൻ പോയിന്റ് നമുക്ക് എഴുതാം. ഇപ്പോൾ ഏതിനെ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ്, അങ്ങനെ വാറുകൾ, അല്ലെങ്കിൽ എക്കണോമിക് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെയിൻ പോയിന്റ് ഉണ്ടാവും. ഇപ്പോൾ ഹെൽത്ത് എക്സാമ്പിളായിട്ട് ഹെൽത്തിൻ്റെ തന്നെ എടുക്കാം. ഹെൽത്തിൽ ഏതെങ്കിലും ഒരു ഡിസീസസിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു എസ്സേസ് ഒരു പാസേജ് എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഹെൽത്തിൻ്റെ എസ്സേസിൽ തന്നെ നമുക്കൊരു മെയിൻ പോയിന്റ് ഇത് വന്നു. ഇതിൽ നിന്ന് വരുന്ന മെനി ഡിസീസസ് ഉണ്ട്, കുറേ ഡിസീസസ് ഉണ്ട് ഇല്ലേ? എത്രയോ ഡിസീസ് ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സബ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതിയാൽ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ ഗ്രാസ്പായി നിലനിർത്താൻ പറ്റും. അപ്പോൾ അതാണ് എന്ത്? മെയിൻ പോയിന്റും സബോർഡിനേറ്റ് പോയിന്റും തമ്മിലുള്ളത്. അത് ഏതിലാണ്? നോട്ട് ടേക്കിങ്ങിൽ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ എഴുതുമ്പോൾ അതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എഴുതി പഠിക്കുക എന്ന് പറയില്ലേ? അപ്പോൾ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇന്ന് നമ്മളെ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇത്തിരി മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് റിപ്പോർട്ട്സ്. റൈറ്റിംഗ് റിപ്പോർട്ട്സ്, അതായത് റിപ്പോർട്ടിംഗ് ഇവൻറ്റ്സ്. റൈറ്റിംഗ് റിപ്പോർട്ട്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ തന്നെ അതെന്താണ്? ഇറ്റ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഫാക്ച്വറൽ ഒബ്ജക്റ്റീവ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഇൻഫോർമേഷൻ ആണ് എൻ്റെ റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റൈറ്റിംഗ് റിപ്പോർട്ട് യു ട്രൈ ടു കൺവേ സീൻ ഇൻഫോർമേഷൻസ്. നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യും? നമ്മളെന്ത് കൺവേ ചെയ്യും? കൂടുതൽ റൈറ്റിംഗ് റിപ്പോർട്ടുകൾ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് നൽകുന്നത്. ടു എക്സ്പ്രസ് പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി നമുക്ക് എന്തിൽ നൽകുന്നുണ്ട്? റൈറ്റിംഗ് റിപ്പോർട്ട്സ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കണം? ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം,
ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കണം. പിന്നെന്താണ് പ്രസൻറ്റേഷൻസ് ഇൻഫോർമേഷൻ. പ്രസൻറ്റേഷൻ ഇൻഫോർമേഷൻ ഇതാണ് ഇത് റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റൈറ്റിംഗ് റിപ്പോർട്ട് ടു കൺവേയിങ് എന്താണ് റിപ്പോർട്ട് ടു കൺവേ ഇൻഫോർമേഷൻസ് ആണ്. കൺവേ ഇൻഫോർമേഷൻസ് ആണ് എന്ത് റൈറ്റിംഗ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റിംഗ് റിപ്പോർട്ട് എന്നതിൽ തന്നെ കൂടുതൽ സപ്പോർട്ടഡ് ബൈ ഫാക്ച്വൽ എവിഡൻസ് വെച്ച് നടക്കുന്നുണ്ട്. ന്യൂ സ്റ്റോറീസ്, ടിപ്പിക്കൽ റിപ്പോർട്ട്, സയൻറ്റിഫിക് മെത്തേഡ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ റൈറ്റിംഗ് റിപ്പോർട്ട്സിലുള്ളത്. സ്റ്റേജസ് ഇൻ റൈറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ സ്റ്റേജസിൽ ഇതിൽ തന്നെ റൈറ്റിംഗ് റിപ്പോർട്ട്സിൻ്റെ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ആസ്ക് യുവർ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിംഗ് റിപ്പോർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് കൂടുതൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിന് കൂടുതൽ റെലവൻ്റ് ആയിട്ട് നമുക്ക് ഏതിൽ ഇതാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ പറ്റും റൈറ്റിംഗ് റിപ്പോർട്ടിങ്സിൽ. പിന്നെ റെലവൻ്റ് മെറ്റീരിയൽ ഇൻ ഡിഫറെൻറ്റ് വേസ് നമുക്ക് ഇതിനുപയോഗിക്കാം. റൈറ്റിംഗ് റിപ്പോർട്ട്സിന് കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള തീമുകൾ, റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും. റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റും. റീകോൾ എവറി ഡീറ്റെയിൽ വെനെവർ റിക്കറൻസ്. റൈറ്റ് ഔട്ട്ലൈൻ ദ റിപ്പോർട്ട് ഈസിയർ, മോർ എഫക്റ്റീവ്. റൈറ്റിംഗ് എന്ന കൂടുതൽ എഫക്റ്റീവും പിന്നെ കൂടുതൽ ഔട്ട്ലൈൻ ആയിട്ടുള്ളതും കൂടിയാണ് ഏത് റൈറ്റിംഗ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെയായിരുന്നു, എക്സ്പോസിറ്ററി കമ്പോസിഷൻസ്. എക്സ്പോസിറ്ററി കമ്പോസിഷനിൽ പറഞ്ഞ കാര്യത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പറഞ്ഞു. എക്സ്പ്ലനേഷൻസ്, യൂസ് ഓഫ് എക്സ്പ്ലെയിൻസ്, എക്സാമ്പിൾസ്, റീസൺ, സപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ടോപ്പിക് ഓഫ് സെൻറ്റൻസസ്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, ക്ലാസിഫിക്കേഷൻസ്, റീസ്റ്റേറ്റ്മെൻറ്റ്. അതായിരുന്നു എക്സ്പോസിറ്ററി കമ്പോസിഷനിൽ. നെക്സ്റ്റ് മോഡൽ കമ്പോസിഷൻ ആണ്. മോഡൽ കമ്പോസിഷനിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ഓഫ് ലേണിംഗ് ഇൻ ഇംഗ്ലീഷാണ്. അത് നമ്മൾ ഫസ്റ്റ് മോഡൽ ഓഫ് കമ്പോസിഷൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് മെയിനായിട്ട് പറയാഞ്ഞത്. ഫസ്റ്റ് റൈറ്റിംഗ് കോമ്പോസിഷൻ എടുക്കുമ്പോൾ മോഡൽ കോമ്പോസിഷൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് നോട്ട് ടേക്കിംഗ് ആയിരുന്നു. നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് നോട്ട് ടേക്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, ദ പർപ്പസ് ഓഫ് സ്റ്റഡി. നമ്മൾ പിന്നെ പഠനത്തിന് കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ഒന്നും കൂടി പോയിൻ്റ് വൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ടേക്കിംഗ് തന്നെ രണ്ട് തരത്തിലൊന്ന് നമുക്ക് എങ്ങനെയൊക്കെ പോയിൻ്റ് നമുക്ക് എങ്ങനെ എഴുതുക അല്ലേ. അപ്പോൾ മെയിൻ പോയിൻറ്റിനെയും സബ് പോയിൻ്റ് ആയിട്ട് കൂടി നമുക്ക് എഴുതി നമുക്കത് കൂടുതൽ ഓർമ്മയിൽ വെക്കാൻ പറ്റും. ടു കീപ്പ് യുവർ റെക്കോർഡ്സ് ഓഫ് സ്പീക്കേഴ്സ്. അതായത് നമ്മൾ സംസാരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവരുടെ തരുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് റെലവൻ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും ഏത് നോട്ട് ടേക്കിങ്ങിലൂടെ. അത് എങ്ങനെ അതിൻ്റെ ഹെഡ്ലൈൻസും സബ് ഹെഡ്ലൈൻസൊക്കെ ആയിട്ട് അതിൻ്റെ മെത്തേഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ആണ്. റൈറ്റിംഗ് റിപ്പോർട്ട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിലൊന്ന് ഡിഫറെൻ്റ് ആസ് ഓർഗനൈസ്ഡ് ആയിരിക്കണം, പാച്ച്വേർഡ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ആയിരിക്കണം. റൈറ്റ് എ റിപ്പോർട്ട്, യു ട്രൈ ടു കൺവേ സം ഇൻഫോർമേഷൻ ടു അതേഴ്സ്. റൈറ്റിംഗ് റിപ്പോർട്ട് നമുക്കുള്ള മറ്റുള്ള ഇൻഫോർമേഷൻസിനെ നമുക്ക് ഒന്നുകൂടി കൺവേ ചെയ്യാൻ പറ്റും ഏതിലൂടെ, റൈറ്റിംഗ് റിപ്പോർട്ടിലൂടെ. ടു എക്സ്പ്രസ് പേഴ്സണൽ എക്സ്പീരിയൻസ്, എന്തുകൂടി ചെയ്യാം, പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി കൺവേ ചെയ്യാം. ടു കണ്ടെയ്ൻ ദേ ആർ സപ്പോർട്ടഡ് ബൈ ഫാക്ച്വൽ എവിഡൻസ്. ഫാക്ച്വൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അത് കൺവേ ചെയ്യുന്നതും അത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതും. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റോറീസുകൾ, ടിപ്പിക്കൽ റിപ്പോർട്ട്സ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ബുക്സൊക്കെ ഏതിനാണ്, റൈറ്റിംഗ് റിപ്പോർട്ട്സിലാണ്. പിന്നെ സ്റ്റേജസ് ഇൻ റൈറ്റിംഗ് റിപ്പോർട്ട്സ്, അതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെയായിരിക്കണം റൈറ്റിംഗ് റിപ്പോർട്ട്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആസ്ക് യുവർ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, റെലവൻറ്റ് മെറ്റീരിയൽ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. നമുക്ക് വേണ്ടുന്ന റൈറ്റിംഗ് റിപ്പോർട്ട്സിന് ഏത് ഡിഫറെൻറ്റ് വേയ്സിൽ നിന്നും നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ചെയ്യാം. റീകോൾ ഡീറ്റെയിൽ വെനെവർ റിക്വയർ ഇറ്റ്.